ഇന്നെന്താ വിശേഷം? ഒരു ദിന പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ. കുറെ ദിവസത്തേക്കുള്ള ഒന്നേ ഉള്ളൂ. ഉണ്ണി ഇപ്പൊ വെജിറ്റേറിയൻ ആണോ? പച്ചക്കറി മാത്രമേ കഴിക്കുള്ളൂ? മത്സ്യമാംസാദികൾ തൊടില്ലേ? അങ്ങനില്ല, ഒരു മാസത്തേക്ക് പച്ചക്കറി കഴിക്കും. അതെന്താ? നോയമ്പാ. അതെന്തിനാ? അത് അത് ഒരു കാര്യസാധ്യത്തിനാ. നടുറോടി കാറും കൊണ്ടിട്ടാണോ സൊല്ലുന്നത്? ഓ, കൊച്ചമ്മയ്ക്ക് പറഞ്ഞത് പിടിച്ചില്ലേ? മര്യാദയ്ക്ക് സംസാരിക്കും. മര്യാദ പഠിക്കാൻ പറ്റി. ആ കുഞ്ഞിനെ വിളിച്ചൂടായോ? നീ ആരാടാ? ഇവിടെ ആനക്കാരനോ? നിങ്ങൾ എവിടുത്തുകാരാ? ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? നിന്നോട് സംസാരിക്കണ്ടേ ഇങ്ങനെയാ? അയ്യോ, നീ ആരുടെ ആനക്കാരാ കളിക്കുന്നത്? മതിടാ, മതി. ഇനി അടിച്ചാലേ കത്തു. വാ, നമുക്ക് വാ. എന്തിനാ അവരോട് വഴക്കിന് പോയത്? ഞാൻ പോയതല്ല, അവന്മാരെ എടി വെച്ചിട്ടില്ലേ? ഒരടിയെങ്കിലും തിരിച്ചു വന്ന് തന്റെ അല്ലെങ്കിൽ എന്തിനാ അവന്മാരോട് സംസാരിക്കാൻ പോയത്? മിണ്ടാതിരുന്നൂടെ? പട്ടിയെ തല്ലുന്ന പോലെയല്ലേ അവർ തല്ലിയത്? ഒന്ന് ഇങ്ങനെ ആയിപ്പോയല്ലോ. ഒരാണാന്നും പറഞ്ഞ് നടക്കുന്നു. കഷ്ടം. ഇനി പോ, ആ കുപ്പിങ് തന്നെ ഒന്നിറങ്ങി വന്നാട്ടെ, ഒരു കാര്യം പറയാനുണ്ട്. എന്താടാ, കിട്ടിയത് പോലെ ഇനിയും വേണോ? ഇപ്പോഴാ ഉണ്ണി ഒരാത്. ഇപ്പൊ ഉണ്ണിയോട് എനിക്ക് എന്ത് ഇഷ്ടായെന്നോ? ഉണ്ണി, 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 ഉണ്ണി. അയ്യോ, പൊള്ളുന്ന പനിയുണ്ടല്ലോ. ഡോക്ടറെ വിളിക്കട്ടെ? വേണ്ട, കുരുമുളകിട്ട് ഒരു ചൂട് കാപ്പി കുടിച്ചാൽ മാറാവുന്നേ ഉള്ളൂ. വേണ്ട, ഉണ്ണി കിടന്നോളൂ. ഞാൻ ഇപ്പൊ കാപ്പി ഉണ്ടായിക്കൊണ്ടുവരാം. ആർക്കാ ചേച്ചി ചുക്ക് കാപ്പി? ആർക്കെങ്കിലും ആവട്ടെ, നീ നിന്റെ പണി നോക്ക്. നീ ഒന്ന് മാറിയുന്നേ. അയ്യോടാ, ഇതെന്ത് പറ്റി? ഇപ്പൊ അല്പം ആശ്വാസം തോന്നുന്നുണ്ട്. ഞാൻ കാരണ ഉണ്ണിക്ക് അസുഖം ഉണ്ടായത്. ആ വഴക്ക ഇതിനൊക്കെ കാരണം. എന്ന് വെച്ചാ എങ്ങനെയാ സഹിച്ചു വയ്ക്കുന്നത്? അവരെന്തൊക്കെയാ കുഞ്ഞിനെ പറഞ്ഞത്? ഉണ്ണി സിനിമ സ്റ്റൈലല്ലേ പയറ്റി കളഞ്ഞത്?
എന്നെ തല്ലിയത് പോട്ടെന്ന് വെച്ചതാ. അപ്പോഴാ കുഞ്ഞെന്നെ കുറ്റപ്പെടുത്തിയത്. എനിക്കറിയില്ല, എങ്ങനെയോ ഒരാവശ്യം തോന്നി. പൂരപ്പറമ്പിലെ വെളിച്ചപ്പാടിനെ പോലെ. അത് നന്നായെന്നാ ഇപ്പൊ തോന്നുന്നത്. ആവേശം കൂടിയതുകൊണ്ടാ ഇപ്പൊ പനി പിടിച്ചു കിടക്കുന്നത്. വീട്ടിൽ അന്വേഷിക്കില്ലേ? ഞാൻ അച്ഛനോട് പറഞ്ഞു ഉണ്ണിക്ക് പനിയാണെന്ന്. അച്ഛൻ ഉണ്ണിയെ കാണാൻ ചിലപ്പോ വരും. അയ്യോ, അത് വേണ്ടായിരുന്നു. സാരമില്ല. പിന്നെ ഇന്നലെ ഉണ്ടായ സംഭവം അച്ഛനോട് പറയരുത്. അത് പിന്നെ കേസും പുലിവാലും ഒക്കെ ആവും. ഉണ്ണി കിടന്നോളൂ. വൈകുന്നേരം ആവുമ്പോ എല്ലാം മാറും. നല്ല പണിത്തരം, നന്നായിരിക്കുന്നു. താലിമാലയാ. ഈ ഫാഷൻ ഞാൻ ഇതുവരെ ആർക്കാക്കി കൊടുത്തിട്ടില്ല. ഇതെനിക്ക് സ്വന്തമാ. സ്വന്തം വെച്ചാ ആർക്കു വേണ്ടിയാ? ആർക്കാ? പറയൂ ഉണ്ണി. എന്നെ ഇഷ്ടമുള്ള ഒരാൾക്ക്. ആൾക്ക് പേരില്ലേ? പേരുണ്ട്, നല്ല പേരാ. പക്ഷേ ഇപ്പൊ പറയില്ല. ഈ മാല എന്നിട്ട് ഞാൻ പറയാം. ശരി, അത് മതി. ഈ ഫാഷൻ ഞാൻ ഇതുവരെ ആർക്കും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. ഇതെനിക്ക് സ്വന്തമാ. സ്വന്തം വെച്ചാ ആർക്കു വേണ്ടിയാ? ആർക്കാ? പറയൂ ഉണ്ണി. എന്നെ ഇഷ്ടമുള്ള ഒരാൾക്ക്. ആൾക്ക് പേരില്ലേ? പേരുണ്ട്, നല്ല പേരാ. പക്ഷേ ഇപ്പൊ പറയില്ല. ഈ മാല തീർന്നിട്ട് ഞാൻ പറയാം. മോളെ, പറയുന്നതുകൊണ്ട് വിഷമം തോന്നരുത്. നീ എപ്പോഴും ആ ഉണ്ണിയുടെ പണിസ്ഥലത്ത് പോയിരിക്കുന്നത് ശരിയല്ല. അച്ഛാ, ഞാൻ ഒന്നും ഉണ്ടായിട്ടല്ല. വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്തിനാ? ആ, പിന്നെ പറയാൻ മറന്നു. നിനക്കൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. ഫാക്ടറി ഉദ്യോഗസ്ഥനാ. ഈ ഞായറാഴ്ച നിന്നെ ഒരു കാണാൻ പറ്റും. കോഴ്സ് കഴിഞ്ഞിട്ട് മതിയച്ച വിവാഹം? അത് പറഞ്ഞാൽ പറ്റില്ല. നിനക്ക് പയ്യനെ ഇഷ്ടപ്പെടുകയും ജാതകമൊക്കെ ശരിയാകുകയും ചെയ്താൽ നമുക്ക് ഉടനെ വിവാഹം നടത്താം. വേണ്ടച്ച, ഇപ്പൊ ഏതായാലും വേണ്ട, പ്ലീസ്. പിന്നെ എപ്പോഴാ? അതാത് കാര്യങ്ങൾ അതാത് സമയത്ത് തന്നെ നടക്കണം. ഓരോന്നും ഇങ്ങനെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് വിട്ടാൽ എങ്ങനെയാ? അരേ ശ്രീനിവാസൻ, ശ്രീനിവാസൻ, മാത്ത് മാത്ത് ബോർഡ് മാത്ത്. എന്താണ്? സ്വർണത്തിന് വില കൂടി. എത്ര? 2160. അരേ തിരുമൽ ദേവ. ഭണ്ഡാരം. ഞാൻ വിളിച്ചു തിരുമൽ ദേവനെ. താൻ ബോർഡ് മാറ്റൂ. തിരുമൽ ദേവൻ നിങ്ങളുടെ സ്വന്തമാണ്. എന്താണ് നമുക്ക് വിളിച്ചാലേ? ഹരേ തിരുമൽ ദേവ നമ്മളെ വിളിച്ചു. ആ, ഉണ്ണിയോ? വരൂ, ഇരിക്കൂ. രാവിലെ ഉടുത്തിറങ്ങി ഇതെവിടേക്കാ യാത്ര? ആ, 4 മണി കഴിഞ്ഞോ? കഴിഞ്ഞു. അത് പറയാനാ ഞാൻ വന്നത്. നന്നായിട്ടുണ്ട്. ഞാനിന്ന് വീട്ടിൽ പോവാ. എന്താ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? അത് ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ 4 മണി കഴിഞ്ഞിട്ട് ആളെ പറയാമെന്ന്. മാല എന്റെ അമ്മൂട്ടിക്കാ. കുട്ടിക്കാലം മുതൽക്കേ അമ്മൂട്ടിക്ക് എന്നോട് ഇഷ്ടമാ. അതിൽ കൂടുതൽ ഇഷ്ടം എനിക്ക് അമ്മൂട്ടിയോടും. തട്ടാക്കുട്ടി തട്ടാക്കുട്ടി എന്ന് അമ്മൂട്ടി എന്നെ വിളിക്കുന്നത്. ചെന്നാൽ ഉടനെ നിങ്ങളുടെ കല്യാണം ഉണ്ടാവും. ഞാൻ അറിയിക്കാം. അച്ഛനെയും കൂട്ടി വരണം. പട്ടണത്തിൽ നിന്ന് നിങ്ങളൊക്കെ വരികയെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഗമയാ.
ഉണ്ണി നാട്ടിലേക്ക് പോവാണല്ലേ? അതെ. കല്യാണത്തിന് തരപ്പെട്ടാ വരാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഞാൻ വരട്ടെ. ആരപ്പ ഷായിപ്പ പാൻറ്റും കോട്ടും. താനും എവിടായിരുന്നു? പട്ടണത്തിലായിരുന്നു. അവിടെ ഒരു സ്വർണ്ണക്കടയില്. തൊഴിൽ പഠിച്ചവന് ദോഷമൊന്നും വന്നില്ലെന്ന് ഇപ്പൊ മനസ്സിലായോ? പിന്നെന്താ ഇപ്പൊ ഇങ്ങോട്ട് പോരാൻ തോന്നിയേ? ഓ, അച്ഛനും പെങ്ങളും ഒക്കെ ജീവിച്ചിരിപ്പുണ്ടോ ചത്തോന്ന് അറിയാൻ വന്നായിരിക്കും. ചത്തിട്ടില്ല. ആ, ഒരു വിശേഷം അറിഞ്ഞോ? പെങ്ങളാ ആനക്കാരൻ ഗോവിന്ദനോട് ഒളിച്ചോടി. അങ്ങനെ ഒരു വാത ഒഴിഞ്ഞു കിട്ടി. അപ്പൊ ഇനി എപ്പോഴാ പട്ടണത്തിലേക്ക്? തീർച്ചപ്പെടുത്തിയിട്ടില്ല. അതിനു മുമ്പ് കല്യാണം ഉറപ്പിച്ചാൽ കൊള്ളാന്നുണ്ട്. ഓഹോ, അപ്പൊ അവിടെ പെണ്ണെ കണ്ടുവച്ചിട്ടാ? പെണ്ണ് ഇവിടെ തന്നെയാ. അച്ഛനറിയും. ആ, കല്യാണക്കാരും പറയാൻ മതി. ഞാൻ കല്യാണം കഴിച്ചു. വയസ്സുകാലത്ത് എന്നെ നോക്കാനും ആരെങ്കിലും വേണമല്ലോ. മക്കളൊക്കെ ഓരോ വഴിക്ക് പോയില്ലേ. ഏതായാലും നിന്റെ കല്യാണക്കാരെ അലമോടുകൂടി ഒന്ന് പറഞ്ഞേര്. ഡേയ്, ഒന്നിങ്ങോട്ട് വന്നേ. ഭാർഗവന് കുറച്ച് പണം പലിശയ്ക്ക് കൊടുത്തിരുന്നു. എത്ര ചോദിച്ചു തരുന്ന ലക്ഷണമില്ല. പിന്നെ ഇതേ ഒരു മാർഗം കണ്ടുള്ളൂ. അച്ഛനൊരു മനുഷ്യനാണോ? ഞങ്ങൾ തമ്മിൽ ഇഷ്ടമായിരുന്നു അച്ഛൻ അറിയില്ലേ? അച്ഛൻ കണ്ടിട്ടല്ലേ? അതിന്റെ പേരിൽ അച്ഛനെ എത്ര പ്രാവശ്യം തല്ലിയിട്ടുണ്ട്. ആ, അതൊക്കെ അന്നല്ലേ. നീ എന്റെ പണി നോക്ക്. താൻ ദുഷ്ടനാണ്, ക്രൂരനാണ്. മര്യാദയ്ക്ക് പോകുന്നുണ്ടോ അതോ? ഇല്ല, അങ്ങനെ ഞാൻ പേടിച്ചു പോകുന്നില്ല. താൻ എന്റെ അമ്മയെ ചവിട്ടിക്കൊല്ലുന്ന നേരിട്ട് കണ്ടവനാ ഞാൻ. അന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇനി ഞാൻ തന്നെ എന്നെ എന്ത് ചെയ്യുക? എരപ്പൻ പട്ടി